ഹലോ മക്കളെ, നാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. മുൻഭാഗത്തിലെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന കലണ്ടർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. 1-ാം തീയതി പുതുവർഷം, 13-ന് ലോഹരി, 14-ന് പൊങ്കൽ, 16-ന് റിപ്പബ്ലിക് ദിനം. പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 14 ഏത് ദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്? ജനുവരി 14 ഏത് ദിവസമാണുള്ളത് നോക്കുക. പൊങ്കൽ. യെസ്, അത് ഇവിടെ ഉണ്ടോ? എ പൊങ്കൽ, ബി റിപ്പബ്ലിക് ദിനം, സി ലോഹരി, ഡി പുതുവർഷം. അപ്പോൾ ഏതാ ശരി? എ പൊങ്കൽ. ഓക്കെ. അടുത്ത ചോദ്യം, 2017 ജനുവരിയിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? നിക്കോ 1, 2, 3, 4, 5. ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. അപ്പോൾ ഏതാ ശരി? സി 5. ഓക്കെ. അടുത്തത്, 2017 ജനുവരിയിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഏത് തീയതിയാണ്? ജനുവരിയിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഏത് തീയതിയാണ് നോക്കാം. വെള്ളിയാഴ്ച അവസാനത്തത് 27. എ 6, ബി 27, സി 28, ഡി 31. അപ്പോൾ ഏതാ ശരി? ബി 27. ഓക്കെ. അടുത്ത ചോദ്യം, ലോഹരി ഏത് ദിവസമായിരുന്നു? ഏത് ദിവസമായിരുന്നു? 13 വെള്ളി. എ ചൊവ്വ, ബി ബുധൻ, സി വ്യാഴം, ഡി വെള്ളി. ഏതാ? ഡി വെള്ളി. ലോഹരിക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ച ഏത് തീയതിയാണ്? ലോഹരി വരുന്നത് വെള്ളിയാഴ്ച, ശനി, ഞായർ. ഇപ്പോൾ തൊട്ടടുത്ത ഞായർ ഏത് ദിവസം? 15-ന്. 8-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി, 22-ാം തീയതി. ഇപ്പോൾ സി 15-ാം തീയതിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ഒരു തവള, ഒരു കല്ല് എന്നിവ കാണുന്നില്ലേ? നിങ്ങൾ ഇവയ്ക്കരികിലെത്തി കൈയടിക്കൂ. എന്ത് സംഭവിക്കും? തവള ചാടും, പക്ഷേ കല്ല് ചാടുന്നില്ല. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ഓപ്ഷൻ, ഇങ്ങനെയുള്ള ചോദ്യത്തിന് 4 ഓപ്ഷൻ വായിച്ച ശേഷം മാത്രമേ ഉത്തരം മാർക്ക് ചെയ്യാവൂ. 1, എ എന്താണ്? കല്ല് ഒരു ജീവനുള്ള വസ്തുവാണ്, തവള ജീവനില്ലാത്തതാണ്. തെറ്റ്, കല്ലിന് ജീവനില്ല. അപ്പോൾ ഇത് തെറ്റായതാണ്. അടുത്തത്, കല്ല് ജീവനില്ലാത്ത വസ്തുവാണ്, തവള ജീവനുള്ളതാണ്. അത് ശരിയാണ്. കല്ലും തവളയും ജീവനില്ലാത്തവയാണ്. തെറ്റാണ്. കല്ലും തവളയും ജീവനുള്ളതാണ്. അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി, കല്ല് ജീവനില്ലാത്ത വസ്തുവാണ്, തവള ജീവനുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് ശരി. അടുത്തത്, സ്കൂൾ വിട്ടതിനു ശേഷം നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ അവശേഷിക്കുന്ന ജലത്തിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം എന്ത്? നിങ്ങൾ സ്കൂൾ വിട്ടു, നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, എവിടെയെങ്കിലും കളയുക. ഓപ്ഷൻ ബി, കൂട്ടുകാരൻ്റെ മേലൊഴിക്കുക. ഓപ്ഷൻ സി, അത് വെച്ച് കളിക്കുക. ഓപ്ഷൻ ഡി, ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുക. ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം, എല്ലാ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷൻ വായിച്ച ശേഷം മാത്രമേ ഉത്തരം മാർക്ക് ചെയ്യാവൂ. അപ്പോൾ ഏതാ ഇതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ? എവിടെയെങ്കിലും കളയലാണോ, ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്നതാണോ? അതെ, ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുക. ഓപ്ഷൻ നമ്പർ ഡി. ആരോഗ്യത്തോടെ ജീവിക്കാൻ താഴെ പറയുന്നവയിൽ ഏതു ഭക്ഷണ പദാർത്ഥങ്ങളാണ് കഴിക്കേണ്ടത്? ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? അതായത് ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ കേക്കും ബിസ്ക്കറ്റും, ബി ഉപ്പേരി, ചിപ്സ് പോലത്തെ വറുത്ത ഭക്ഷണ സാധനങ്ങൾ, സി പാലും പഴങ്ങളും, ഡി മധുര പലഹാരങ്ങൾ. ഇതിലേതാ കറക്റ്റ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ? യെസ്, ഓപ്ഷൻ നമ്പർ സി, പാലും പഴങ്ങളും. ഈ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുടെ ലിങ്ക് ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നോക്കി അടുത്ത ചോദ്യങ്ങൾ കേട്ട് നോക്കാം. ഓക്കെ.